ഹലോ നമസ്കാരം, ഞാൻ ജുനൈദാണ്. എൻ്റെ അടുത്ത് വരുന്ന വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ യാർഡിൽ വരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ വാഹനങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ, അതേപോലെ തന്നെ വണ്ടി എങ്ങനെ കൊണ്ടടക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു 10-15ഓളം ടിപ്പുകളാണ് ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, നമ്മുടെ വാഹനത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആദ്യം എങ്ങനെ നോക്കിയാലും എൻജിൻ ഓയിലും അതേപോലെ കൂളൻറ്റും ലീക്ക് ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില വണ്ടികൾക്കൊക്കെ ഈ എൻജിൻ്റെ പാക്കിങ്ങിനൊക്കെ ചെറിയ മറ്റേ പാളിച്ച പറ്റിയിട്ട് ചെറിയ ലീക്കൊന്നും അതും വലിയ വിഷയമല്ല. പക്ഷെ നമ്മളെപ്പോഴും അത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ ഓയിലും അതേപോലെ തന്നെ കൂളൻറ്റും അതിൻ്റെ അളവിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എൻജിനൊക്കെ ചെക്ക് ചെയ്ത് നോബൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അത് കുറവാണെങ്കിൽ ഒരിക്കലും എൻജിൻ സ്റ്റാർട്ടാവാൻ നിൽക്കരുത്. പെട്ടെന്ന് വർക്ക്ഷോപ്പ് തന്നെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കാനുള്ള മാർഗ്ഗം ചെയ്യുക. ഒരിക്കലും എൻജിൻ ഓയിലിൻ്റെ മാക്സിമം മിനിമത്തിൻ്റെ ഇടയിൽ എൻജിൻ ഓയിൽ ഇല്ലെങ്കിൽ, അതുപോലെ കൂളൻറ്റും അതുപോലെ ഇല്ലെങ്കിൽ ഒരിക്കലും എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. രണ്ടാമത്തെ കാര്യം, വാഹനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഒരിക്കലും റേസ് ആക്കരുത്. ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വണ്ടി നോക്കാൻ വന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടാണ് അവരൊരൊറ്റ ആക്സിലേറ്റർ കൊടുക്കും, ഒറ്റയ്ക്ക് സ്റ്റാർട്ടാക്കും. ഒരിക്കലും ചെയ്ത് ഞാനത് പറയുമ്പോൾ അവർ തോന്നുന്നു അവർ വണ്ടി നോക്കുന്നതിനുള്ള വിരോധം കൊണ്ടല്ല. അത് സ്ഥിരമായി ചെയ്യുന്നത് വാഹനത്തിൻ്റെ പെർഫോമൻസിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ ചെയ്യേണ്ടത്, സമയങ്ങളിൽ കൃത്യമായി മാറ്റേണ്ട കാര്യങ്ങളെല്ലാം എൻജിൻ ഓയിൽ മാറ്റേണ്ട സമയത്ത് കറക്റ്റായി മാറ്റുക. ചിലത് കിലോമീറ്റർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു വർഷം ഓടിയിട്ട് ആകെ 2000-3000 ഓടി ഒരുപാട് വണ്ടികളുണ്ടാവും. അപ്പോൾ ചില ആളുകളൊക്കെ ലോ കിലോമീറ്റർ വണ്ടികളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ ലോ കിലോമീറ്റർ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഞാനും എല്ലാവരോടും പറയാറുള്ളത്, എൻജിൻ ഓയിലിന് കിലോമീറ്റർ മാത്രമല്ല കണക്കാക്കുക, സമയം കൂടി കണക്കാക്കും. വർഷം ഓയിൽ മാറ്റുന്ന വാഹനമാണോ എന്ന് നോക്കുക. കൂട്ടത്തിൽ സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് പിന്നെ ഹിസ്റ്ററിയിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ അതിൻ്റെ ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ തുടങ്ങിയ ഫിൽറ്ററുകളും അതിൻ്റെ കൂടെ മാറ്റുന്നുണ്ടോ, ഓടിയാലും ഓടിയില്ലെങ്കിലും ഒരു കൊല്ലത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ക്ലിയറായി ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാം. നാലാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം എൻജിൻ ഓയിൽ മാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ അളവിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ വണ്ടി ഓടി വന്ന ഉടനെ തന്നെ വണ്ടി ഓഫ് ആവുകയും ചെയ്യരുത്. നേരത്തെ പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കി ഉടനെ റേസ് ആക്കരുത്. ഇപ്പോൾ പറയുന്നു വണ്ടി ഓടി നല്ല കുറച്ച് ദൂരം ഓടി കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. എത്തിക്കഴിഞ്ഞ ഉടനെ വന്ന പാട് തന്നെ നമ്മൾ എൻജിന് ഓഫ് ആക്കരുത്. ഒരു 10-20 സെക്കൻഡ് വണ്ടി ആ സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയ ശേഷം ഹാൻഡ് ബ്രേക്കൊക്കെ വലിച്ച് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയ ശേഷം മാത്രം ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും പെട്ടെന്ന് ഒന്നും ഓഫ് ആക്കരുത്. പിന്നെ അടുത്ത പോയിന്റ്, 5ാമത്തെ പോയിന്റ്, വളരെ കുറച്ച് ഇന്ധനം ഉപയോഗിച്ച് സ്ഥിരമായി വണ്ടി ഓടിക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ച് ടൊയോട്ടയുടെ വണ്ടികളൊക്കെ പറഞ്ഞാൽ ഈ വാണിലേറ്റ്, ഏത് വണ്ടിയാണെങ്കിലും വാണിലേറ്റ് കത്തിക്കൊണ്ട് അധികം ഓടിക്കഴിഞ്ഞാൽ ഫ്യൂവൽ മോട്ടർ വരുന്നുണ്ട്. ആ മോട്ടർ കംപ്ലൈൻ്റ് ആവാൻ, ഫ്യൂവൽ പമ്പ് കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവായി എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആരും തന്നെ ഒരു കട്ടയെങ്കിലും മിനിമം വെക്കാതെ 1, 2, 3 കട്ടയൊക്കെ വെച്ചിട്ട് മാത്രമേ ഫ്യൂവൽ അത്യാവശ്യം ഒരു 1/4 ടാങ്കിൻ്റെ അടുത്തെങ്കിലും എത്തുന്ന രൂപത്തിൽ മാത്രമേ ഓടിക്കാവൂ. സ്ഥിരമായി എണ്ണ കമ്മിയാവുന്ന രൂപത്തിൽ ഒരിക്കലും ഒരു വാഹനം ഓടിക്കരുത്. പിന്നെ 6ാമത്തെ പോയിന്റ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാഹനം മുന്നോട്ടെടുക്കുക. അതേപോലെ വണ്ടി നിർത്തുമ്പോൾ ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായി ഉപയോഗിക്കുക. ചില ആൾക്കാരൊക്കെ നിരന്ന സ്ഥലത്തൊക്കെ ഫസ്റ്റ് കിട്ടാണ്ട് പോവാറുണ്ട്. അത് പിന്നീട് അതിൻ്റെ ഒരു ദോഷം വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യണം. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ സീറ്റ് ബെൽറ്റ് ഇടുന്ന പോലെ തന്നെ അതേപോലെ വണ്ടി നിർത്തും ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കിയിട്ടുണ്ട് എന്നും ഉറപ്പ് വരുത്തുക. 7ാമത്തെ കാര്യം, നമ്മുടെ കീ ഹോൾഡിൽ കീ ഇട്ട ശേഷം ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ, ഇഗ്നിഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഉടനെ കുറേ വാണിംഗ് ലൈറ്റുകൾ കത്തും. അത് കത്തി ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞ ശേഷം മാത്രമേ സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കാവൂ. കുറേ വാണിംഗ് ലൈറ്റുകളൊക്കെ കത്തിയിട്ട് കെടാനുണ്ട്. ചില വാണിംഗ് സ്വിച്ചുകൾ, ഇപ്പം ഫോർഡിൻ്റെ ഒക്കെ വണ്ടിയാണെങ്കിൽ ചില അതുപോലുള്ള കമ്പനികൾക്കൊക്കെ ഒരു 5 പ്രാവശ്യം ഒരു സൗണ്ട് വരാനുണ്ട്.
അപ്പോൾ അതെല്ലാം വന്ന് ക്ലിയർ ആയ ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ചാവി ഓണാക്കി ഉടനെ സ്റ്റാർട്ട് ചെയ്യരുത്. ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് വന്ന് വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു ചാവി ഓണാക്കി കഴിഞ്ഞാൽ 2 സെക്കൻഡ് നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ റേസ് ആക്കരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ എന്നോടൊരു അലോസ്യരം കാണിക്കാറുണ്ട്. നമ്മളിത് അറിയുന്നതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. എനിക്കിതൊക്കെ ചില മെക്കാനിക്കുമാർ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും ഷെയർ ചെയ്യണമല്ലോ. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 8ാമത്തെ ഒരു പോയിൻ്റായിട്ട് ഞാൻ പറയുന്നത്, ക്ലച്ചിൽ ചവിട്ടിക്കൊണ്ട് ഒരിക്കലും വാഹനം ഓടിക്കുക. ചില ആളുകൾ കാലൊക്കെ ക്ലച്ചിൽ കയറ്റി വെച്ച് അല്ലെങ്കിൽ ക്ലച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇടത് കാല് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ക്ലച്ചിൽ കയറ്റി വെക്കുന്നത്. സ്ഥിരമായി പോകുന്നത് വാഹനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. 8ാമത്തെ പോയിൻ്റ് അതാണ്. 9ാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, അബ്നോർമൽ സൗണ്ട് എന്തെങ്കിലും വാഹനത്തിന് വന്നു എന്ന് തോന്നി തുടങ്ങിയാൽ, കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വണ്ടി വാങ്ങാൻ വരുന്ന ഒരാൾക്ക് ഇതിൻ്റെ യഥാർത്ഥ സൗണ്ട് അതാണോ അല്ലയോ എന്ന് കൺഫ്യൂഷൻ വന്നേക്കാം. ഞാൻ വണ്ടി കച്ചവടക്കാരനാണ്, എനിക്ക് സ്വന്തമായിട്ട് യാർഡുണ്ട്, ഓട്ടോ ഡീലക്സ് ആണ്, സ്ഥാപനത്തിൻ്റെ പേര് മലപ്പുറം മാലത്തൂർപ്പടിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഒരു വാഹനം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി ഒരു മാസമോ ഒരു കൊല്ലോ 1.5 കൊല്ലോ 2, 3, 4 കൊല്ലമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ടൊരു വാഹനം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അതിൻ്റെ സൗണ്ടിന് സ്ഥിരമായിട്ടൊരു സൗണ്ട് നമുക്ക് പരിചയമുള്ളിടത്ത് വേറൊരു സൗണ്ട്, ഒരു അബ്നോർമൽ സൗണ്ട്, സാധാരണ ഇല്ലാത്തൊരു സൗണ്ട് വരികയാണെങ്കിൽ ഉടനെ അത് വെച്ചുകൊണ്ടിരിക്കരുത്. അത് പിന്നീട് വലിയ വിഷയങ്ങളിലേക്ക് എന്തെങ്കിലും ആയേക്കാം. അതുകൊണ്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു അബ്നോർമൽ സൗണ്ട് തോന്നിക്കഴിഞ്ഞാൽ നല്ല മെക്കാനിക്കിൻ്റെ അടുത്ത് നിർബന്ധമായിട്ടും കാണിക്കാൻ മറക്കരുത്. 9ാമത്തെ പോയിന്റ് അതാണ്. എൻ്റെ 10ാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുന്നത്, സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഗിയർ ഡൗൺ ചെയ്ത് മാത്രം ഉപയോഗിക്കരുത്. ഞാൻ കുറച്ച് കാലം ഈ ഹെവി ഡ്യൂട്ടി ഹെവി വാഹനങ്ങളിലൊക്കെ ഡ്രൈവറായി പോയിരുന്ന ഒരാളാണ്. എൻ്റെ പല സുഹൃത്തുക്കൾക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ ടിപ്പറിലൊക്കെ പോകുന്ന സമയത്ത്, നമ്മൾ ഹെവി ലോഡ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടിയാൽ മാത്രം വണ്ടി കൺട്രോളിൽ വന്നോണമെന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതലും ഗിയറാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ വണ്ടി നല്ല സ്പീഡിൽ നല്ല വെയിറ്റിൽ ഉള്ള സമയത്ത്, നല്ല സ്പീഡിൽ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇപ്പോൾ 5th നേരെ ക്ലച്ച് മാറ്റി 4th മാറ്റും, ബ്രേക്ക് ചവിട്ടുന്നതോടുകൂടി. എന്നിട്ട് പിന്നെ 4th നിന്ന് 3rd മാറ്റി, 3rd നിന്ന് 2nd മാറ്റി, അങ്ങനെ ഗിയറും കൂടി കൺട്രോൾ ചെയ്തിട്ടാണ് വലിയ വാഹനങ്ങളൊക്കെ നിർത്താൻ ശ്രമിക്കാറുള്ളത്. പക്ഷെ ചില ആളുകൾ, അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആളുകൾ, ബ്രേക്ക് ചവിട്ടാൽ തന്നെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാണ്ടെങ്കിൽ നേരെ ഗിയർ, ഇപ്പം 6th പോകുന്ന വണ്ടിയായിരിക്കും, നേരെ പെട്ടെന്ന് 3rd അങ്ങോട്ട് മാറ്റും. എന്നിട്ട് വണ്ടി കുത്തിയിട്ട് നിൽക്കും. ഈ കുത്തിയിട്ട് നിൽക്കുമ്പോഴൊരു പ്രശ്നം വെച്ചാൽ എഞ്ചിൻ്റെ ഭാഗങ്ങളും ഗിയറിൻ്റെ പല ഭാഗങ്ങളൊക്കെ ചെറിയ പല്ലുകളുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഡാമേജ് വരാനും നിങ്ങൾക്ക് വലിയൊരു സംഖ്യ പിന്നീട് ചിലവ് വരാനും സാധ്യത കൂടുതലാണ്. ഇപ്പോൾ 5-8 ലക്ഷം കിലോമീറ്റർ ഓടേണ്ട വാഹനമാണ് ഈ 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനൊക്കെ കംപ്ലൈൻ്റ് ആയി പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ലൈഫ് കൂട്ടാൻ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ബ്രേക്ക് കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഗിയർ ഡൗൺ ചെയ്യുക. ആക്സിലേറ്റർ എന്ന കാലെടുക്കുമ്പോൾ ഫസ്റ്റ് ബ്രേക്കായി, ബ്രേക്കിലേക്ക് കാൽ ജസ്റ്റ് വെക്കുമ്പോൾ 2ാമത്തെ ബ്രേക്കായി, 3ാമത് ഗിയർ ഒന്ന് ഡൗൺ ചെയ്താൽ അത് 3ാമത്തെ ബ്രേക്കായി. വാഹനം സ്ലോലി നമ്മളെ കൺട്രോളിലാവുന്നുണ്ട്. ഒരു 60, 70, 80 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനം നമ്മൾ പെട്ടെന്ന് കൺട്രോൾ ആവാനുള്ള വഴികളാണത്. പക്ഷെ ഒരിക്കലും ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ, ബ്രേക്കിനെ ഒന്നും നോക്കാതെ പെട്ടെന്ന് ഗിയർ 1-2 ഗിയർ ഡൗൺ ചെയ്യുന്നത് അപകടം ഉണ്ടാക്കും, അല്ലെങ്കിൽ വാഹനത്തിന് തകരാറ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. 11ാമത്, ഈ ഇടത് കൈ എപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാനടക്കം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഈ കാരണം നമ്മൾ ഗിയർ ഷിഫ്റ്റിൻ്റെ നോബിൻ്റെ മുകളിൽ, നമ്മുടെ ഗിയർ ലിവറിൻ്റെ മുകളിൽ കൈ വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ത് ചെയ്യും, ആ ഗിയർ ലിവറിൽ കൈ വെച്ചുകൊണ്ടേയിരിക്കും. അത് എനിക്ക് പരിചയമുള്ള എക്സ്പീരിയൻസ്ഡായ ആളുകൾ പല ഷോറൂമിൽ നിന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഗിയറിനെ സംബന്ധിച്ച് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 1, 2, 10 പ്രാവശ്യം ചെയ്യുമ്പോൾ ഉണ്ട് എന്നല്ല, സ്ഥിരമായി ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മളെ കൈ രണ്ടും നമ്മുടെ സ്റ്റെയറിങ്ങിൻ്റെ നമ്മളെ സ്റ്റെയറിങ്ങിൽ ഒരു പൊസിഷനുണ്ട്, വെക്കുന്നതിനുള്ള കറക്റ്റ് പൊസിഷനുണ്ട്. അതിൽ വെച്ച് ഓടിക്കുമ്പോഴാണ് നമുക്ക് വണ്ടി ഓടിക്കാനും അതുപോലെ വണ്ടി ഓടിച്ചെടുക്കുമ്പോഴൊക്കെ ഒരു സുഖവും സൗകര്യവും അതേപോലെ നമ്മളെ കയ്യിൽ ഒതുങ്ങുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കൈ മാത്രം ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് സ്കിഡായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് രക്ഷ നേടാൻ ഉപകരിക്കും. ഒരിക്കലും ഗിയർ ലിവറുമ്പിൽ കൂടുതൽ കൈവച്ച് ഓടിക്കാതെ 2 കൈയും സ്റ്റെയറിങ്ങിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ മറ്റൊന്നാണ്, അനാവശ്യമായി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാതിരിക്കുക. ചില ആളുകൾ
കുറച്ച് ദൂരം നിർത്തുന്നതിന് കാര്യത്തിന് പെട്ടെന്ന് വെറുതെ എന്താ പറയുക പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഉപയോഗിക്കുക. അതായത് നല്ല സ്പീഡ് വരുമ്പോൾ ആക്സിലേറ്ററിന് കാലെടുത്ത ഉടനെ ബ്രേക്ക് ചവിട്ടുക. ശരിക്കും ആക്സിലേറ്റർ ബ്രേക്ക് തന്നെയാണ്. ആക്സിലേറ്ററിന് കാലെടുത്ത് കഴിഞ്ഞാൽ എൻജിൻ കുറേശ്ശെ സ്ലോ ആകാൻ തുടങ്ങും. ശേഷം ആണ് ബ്രേക്ക് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൺട്രോൾ ആയ ശേഷമാണ് നല്ല പ്രസ്സിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ചില ആളുകൾ ഇതൊന്നും നോക്കാതെ ആക്സിഡൻറ്റ് കാലെടുക്കലും ബ്രേക്ക് ചവിട്ടലും ഇത് 1-2 തവണ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ 10-15 തവണ ചെയ്യുന്നതുകൊണ്ടോ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ വാഹനത്തിൻ്റെ നെറ്റ് ബോൾട്ടൊക്കെ ടൈറ്റാക്കിയൊരു സാധനമാണല്ലോ ഈ വാഹനം എന്ന് പറയുന്നത്. ഇതിൻ്റെ പല പാർട്സുകളും ഇളകാനും മറ്റ് കംപ്ലൈൻറ്റുകളൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പം ആ ഒരു കാര്യം പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്ന കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ AC ഓണാക്കിക്കൊണ്ട് ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാക്കുക അല്ലെങ്കിൽ AC ഓൺലൈനെ കിടന്നുകൊണ്ട് വണ്ടി ഓഫാക്കുക ഇത് ചെയ്യരുത്. ഇത് AC ഓണിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് അത് AC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനും അതുപോലെ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ബാറ്ററി കൂടുതൽ എനർജി ഉപയോഗിക്കേണ്ട ആവശ്യം വരികയും ബാറ്ററിയുടെ ലൈഫിനെ ബാധിക്കുക അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ആധികാരികമായി പറയാൻ ആളല്ല എങ്കിലും കൂടുതൽ കാരണങ്ങൾ ഷോറൂമിലൊക്കെ അന്വേഷിച്ചാൽ ഇതിന് വിശദമായ വിവരങ്ങൾ ഏതിനൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കും എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് AC ഓണായി കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ AC ഓഫാക്കാതെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ വണ്ടി ഓഫാക്കുമ്പോൾ AC ഓണിൽ തന്നെ കിടക്കുക. അടുത്ത തവണ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് AC ഓണായിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. AC എപ്പോഴും ഓഫാക്കാൻ ശ്രമിക്കുക, വണ്ടി സ്റ്റാർട്ടാകുന്നതിന് മുമ്പും അതേപോലെ വണ്ടി ഓഫാക്കുന്നതിന് മുമ്പും. അപ്പോൾ നമ്മൾ ഏകദേശം 13ഓളം കാര്യം പറഞ്ഞു. 14ാമത്തെ കാര്യം, ആവശ്യത്തിന് നോക്കിക്കൊണ്ട് മാത്രം ഗിയർ ചേഞ്ച് ചെയ്യുക. RPM നോക്കിയിട്ട് വാഹനത്തിൻ്റെ സ്പീഡ് നോക്കിയിട്ടൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ചില ആളുകൾ വണ്ടി ഓടിക്കണ സമയത്ത് ഫസ്റ്റ് ഇട്ട് അപ്പം തന്നെ കുറച്ചുകൂടി ഓടുമ്പോഴേക്കും സെക്കൻഡ് ഇട്ട് അപ്പം തന്നെ തേർഡ് ഇട്ട് ഇവരെ വിചാരം ഇത് RPM നോക്കാതെ വണ്ടി വേഗം ഗിയറിട്ട വണ്ടി ഓടും ഇവിടെ എടുത്തുനിന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ അത് വണ്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷം വരും. ഇപ്പോൾ RPM നോക്കി കറക്റ്റ് സ്പീഡ് റോഡിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി കറക്റ്റ് സമയത്ത് ഫസ്റ്റ് നിന്ന് സെക്കൻഡൊക്കെ മാറേണ്ട സമയത്ത് തന്നെ സെക്കൻഡൊക്കെ മാറുക, തേർഡിൽ നിന്ന് ടോപ്പൊക്കെ മാറേണ്ട സമയത്ത് തന്നെ ടോപ്പൊക്കെ മാറുക. അതല്ലാതെ നല്ല റോഡിൽ ടോപ്പിൽ പോകേണ്ട സമയത്ത് സെക്കൻഡിൽ തന്നെ ഓടിക്കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂവൽ നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട്. ഞാൻ വലിച്ചു നീട്ടി പറയണില്ല. അപ്പോൾ കറക്റ്റ് നേരത്തെ കറക്റ്റ് RPM നോക്കിയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ 15ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ടയർ ചെക്ക് ചെയ്യുക, അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക, ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുക. ഇതൊക്കെ ഒരു 10 ദിവസം കൂടുമ്പോൾ ടയർ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കി 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 3000 കിലോമീറ്ററിന് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് കറക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടയറിന് ലൈഫ് കിട്ടും, നിങ്ങളുടെ വാഹനത്തിന് മൈലേജ് കിട്ടും, വാഹനത്തിൻ്റെ പെർഫോമൻസിനും സുഖമാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ നമ്പറിൽ